സഫാരി നോട്ട്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ യാത്ര എറണാകുളത്തിലൂടെയാണ്. അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് എറണാകുളം സൗത്തിൽ ജോസ് ജംഗ്ഷനിലുള്ള കേപ്പ് ടൗൺ എന്ന ഹോട്ടലിലാണ്. ഇവിടെ നിന്നുമാണ് ഞാൻ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് എറണാകുളത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. തൊട്ടു താഴെയുള്ള അംബീസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവർക്ക് 2 തവണ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബെസ്റ്റ് ഓണസദ്യക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഭക്ഷണശേഷം വാഹനം വരുന്നതും കാത്ത് ഹോട്ടലിൻ്റെ ലോബിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സാമാന്യം ഭേദപ്പെട്ട ഹോട്ടലാണ് കേട്ടോ ഇത്. 700 രൂപയ്ക്കൊക്കെ കുഴപ്പമില്ലാത്തൊരു ഡബിൾ ബെഡ്റൂം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യാത്ര ആരംഭിച്ചു. പഴയ വെണ്ടുരുത്തി പാലത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ്. ഈ കാണുന്ന കൂറ്റൻ ഗേറ്റ് പണ്ട് കപ്പലുകൾ പോകുമ്പോൾ തുറന്നു കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ആദ്യം എത്തിയത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച്. കൊച്ചി ടൗണിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. 14-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ ഒരു ഫോർട്ട് പണിതിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് ഫോർട്ട് കൊച്ചി എന്ന പേര് വന്നത്. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് കൂടിയാണ് ഇത് കേട്ടോ. ദൂരെ നിന്നും കപ്പൽ വരുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ കാണാൻ പറ്റും. വെള്ളത്തിൽ നിറച്ചും പായലാണ്. അതിങ്ങനെ കരക്കടിഞ്ഞിട്ടുണ്ട്. ബീച്ചിൻ്റെ ഓരം പറ്റി നല്ലൊരു നടപ്പാതയുണ്ട്. അവിടെയെല്ലാം നമുക്ക് ധാരാളം വഴിവാണിഭക്കാരെ കാണാൻ പറ്റും. മിക്ക കച്ചവടവും കൊച്ചുകുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ്. കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമും അങ്ങനെ പോകുന്നു. പക്ഷേ ഇവിടെ ഒരിടത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇരുന്ന് ഒരു ചെടി വിൽക്കുന്നുണ്ട്. ഉണങ്ങിയ ചെടിയാണ്. പക്ഷേ ഇത് 24 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൽ പച്ചപ്പ് കൈവരിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ പച്ചപ്പ് വന്ന ചെടിയും അയാൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പഴയ എന്തോ ഒരു നിർമ്മിതി ഇവിടെ കണ്ടു. പഴയ കപ്പൽ നങ്കൂരമിടുന്ന എന്തോ ഒരു സംവിധാനം എന്നാണ് തോന്നുന്നു. ദേ ആ കാണുന്നതാണ് കേട്ടോ പ്രശസ്തമായ ചൈനീസ് നെറ്റ് അഥവാ ചീനവല. AD 1350 ചൈനീസ് പരിവേഷകനായ ജെങ്ഹി എന്ന വ്യക്തിയാണ് ഈ പ്രദേശത്ത് ആദ്യമായി ചീനവല സ്ഥാപിച്ചത് എന്ന് അറിയപ്പെടുന്നു. ഈ 21-ാം നൂറ്റാണ്ടിലും ചീനവല ഉപയോഗിച്ച് ധാരാളം പേർ ഇവിടെ ഫിഷിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ പിടിച്ച മീനുകളാണ് ഈ വഴിയോരത്ത് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. മത്തി മുതൽ കൂന്തളും കൊഞ്ചും വരെ ഉണ്ട് ഇവരുടെ പക്കൽ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ക്ലീൻ ചെയ്ത് പാകം ചെയ്തും തരും കേട്ടോ ഇവർ. താമസിയാതെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ചു. അടുത്ത ലക്ഷ്യം മറൈൻ ഡ്രൈവ് ആണ്. മഹാരാജാസ് കോളേജും പഴയ കോർട്ടും ഒക്കെ പിന്നിട്ട് അങ്ങനെ യാത്ര തുടരുകയാണ്. മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോൾ നല്ല മഴ. അത് ഷൂട്ടിങ്ങിന് തടസ്സമാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ അങ്ങ് മാറി തന്നു.
ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. വേണമെങ്കിൽ മണിക്കൂറിന് നിശ്ചിത തുക കൊടുത്താൽ നമുക്കിതിലൂടെ ബോട്ട് സവാരി നടത്താം. ഈ കാണുന്നതാണ് മെറൈൻ ഡ്രൈവിലെ പ്രശസ്തമായ റെയിൻബോ ബ്രിഡ്ജ്. ഇത് തന്നെയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണവും. അടുത്ത ലക്ഷ്യം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ആണ്. ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. അതായത് ഏകദേശം ഒരു 30 മിനിറ്റോളം യാത്രയുണ്ട്. കൊച്ചിൻ ഓയിൽ റിഫൈനറി നിലനിൽക്കുന്ന പ്രദേശത്തുകൂടെയാണ് കേട്ടോ ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനങ്ങൾ കൊണ്ടുപോകാൻ ഒരുപാട് ടാങ്കർ ലോറികൾ നിർത്തിയിട്ടതും നമുക്കവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് വൈറ്റില ഹബ്ബ്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും ഇവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ട്. ഇതാണ് കേട്ടോ വിവാദമായ പാലാരിവട്ടം പാലം. അങ്ങനെ അരമണിക്കൂർ നീണ്ടു നിന്ന യാത്രക്കൊടുവിൽ ഏകദേശം തൃപ്പൂണിത്തുറ ഹിൽ പാലസിനോട് അടുത്ത് വരികയാണ് നമ്മൾ. ഇതാണ് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.